എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിൻസ് വ്ലോഗ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോസേജ് കൊണ്ടുള്ള 2 കറിയാണ്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതെ, സോസേജ് റോസ്റ്റും സോസേജ് ഫ്രൈയും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സോസേജ് എടുക്കുക, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില എന്നിവ എടുക്കുക. പാക്കറ്റ് പൊട്ടിച്ച് മുറിച്ചെടുക്കാൻ നമുക്ക്. അപ്പൊ നമ്മൾ ചിക്കൻ സോസേജ് പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ചെറുതായിട്ട് ഐസ് പോണതിന് മുമ്പ് തന്നെ ഞാൻ മുറിച്ചത്. അപ്പൊ അതിന്റെ കറക്റ്റ് ബെലറ്റിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇത് ഐസ് കട്ട പോയിട്ട് മുറിച്ചാലും മതി. ലാസ്റ്റ് സമയമില്ലാതെ വരുമ്പോഴൊക്കെ കാണിക്കുന്ന പരിപാടിയാ കാര്യം. അപ്പൊ പിന്നെ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് മുറിച്ചെടുക്കാല്ലേ, അല്ലേ കുറച്ച് കുറച്ചല്ലേ മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഐസ് കട്ടയിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കാം. അപ്പൊ ഈ മുറിച്ച് വെച്ചത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് മാറ്റാം. നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ വെള്ളം ഒഴിച്ച് കഴുകി എടുക്കാം നന്നായിട്ട്. അങ്ങനെ 2-3 വട്ടം പതച്ച് കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് മാരിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എടുക്കാം. അപ്പൊ അതിന് വേണ്ടി നമ്മളൊരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടി 6 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചെടുത്തു. പിന്നെ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം നമുക്ക്. പച്ചമുളക്, ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി എടുക്കാം. ഇവിടെ ഉള്ളി കിട്ടാത്തത് കൊണ്ട് ഞാൻ കുഞ്ഞു സവോള, ഒരു തണ്ട് വേപ്പില. അപ്പൊ ഇത്രയും എടുത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കാരണം ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാനാണ്. അപ്പൊ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് നോക്കാം. പൊടി ഐറ്റംസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്പൂണാണ് എടുക്കുന്നത്. അപ്പൊ ഈ സ്പൂണിലാകുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അളവ് കിട്ടും. അപ്പൊ ആദ്യമേ തന്നെ ഒരു അല്പം മഞ്ഞൾ പൊടി എടുക്കാം. അത് ഈ സ്പൂണിന്റെ 1/4 ടീസ്പൂൺ മതി മഞ്ഞൾ പൊടി. അടുത്തത് ഒരു 2 സ്പൂൺ മുളക് പൊടി എടുക്കും. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി എടുക്കാം. പിന്നെ 1 സ്പൂൺ ഗരം മസാല എടുക്കാം. പിന്നെ 1 സ്പൂൺ ചിക്കൻ മസാല എടുക്കാം. ഇത്രയും പൊടി ഐറ്റംസ് ആണ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പൊ ഇനി നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനവും ഈ പൊടി ഐറ്റംസും നമ്മുടെ ക്രഷ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആ പേസ്റ്റും കൂടി ചേർത്ത് നമുക്ക് നമ്മുടെ സോസേജ് മാരിനേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ സോസേജ് എടുത്തു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് എല്ലാം ഇട്ടു. പിന്നെ ക്രഷ് ചെയ്തിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഇനി നമുക്കിത് മാരിനേറ്റ് എടുക്കാം. അപ്പൊ നമുക്കിനി മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. കാരണം സോസേജ് ആണല്ലോ. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അങ്ങനെ സവോള മുറിച്ചു, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി മുറിച്ച് വെച്ചു. പിന്നെ നമുക്ക് 2 തക്കാളി കൂടി വേണം. അപ്പൊ തക്കാളി നമുക്ക് വേവിച്ചെടുക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് അതിന്റെ പേസ്റ്റ് ആയിട്ട് ചേർക്കാം. അപ്പൊ കറി കൂട്ടാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് ചട്ടി വെച്ചത് ചൂടാക്കി കറിയിലേക്ക് കിടക്കാം. അപ്പൊ ഗ്യാസ് കത്തിക്കാം. എന്നിട്ട് പാത്രം വെച്ചു. നമ്മളൊരു ഇരുമ്പിന്റെ പാത്രാട്ടാ ഇവിടെ എൻ്റെ ഉള്ളത്. അപ്പൊ അത് തന്നെ വെക്കണത്. അപ്പൊ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മാരിനേറ്റ് ചെയ്യാൻ വെച്ച സോസേജും റെഡിയായി. എണ്ണ ചൂടായി വരുമ്പോൾ തീ ഒന്ന് നമുക്ക് ചെറുതായിട്ട് കുറച്ചിട്ട് വേണം വറുക്കാൻ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പൊ നമുക്കത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളെല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തത്. കാരണം ഇത് പെട്ടെന്ന് തന്നെ എല്ലാം പിടിച്ചോളും. അല്ലാണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഇടുന്നത് പോലെ കുറച്ച് ഇട്ട് വറുത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല മണം വരുന്നുണ്ട്. കാരണം അത് പിടിച്ചതിൻ്റെയും ആ എണ്ണയിൽ വറുത്ത് വരുന്നതിൻ്റെയൊക്കെ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം അത് ഇങ്ങനെയാ നിൽക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നോക്കിയാൽ മതി. നന്നായിട്ട് അത് വീർത്ത് വന്നത് കാണാം. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം ഒരു 2 മിനിറ്റ്. പിന്നെ നമുക്കിതൊന്ന് പൊക്കിയിട്ട് നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഓക്കെ, നമ്മുടെ കറി ഫ്രൈ ആയി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പം അത് തിരിച്ച് വന്നോളും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു നല്ല ബ്രൗണിഷ് കളറിൽ ചേഞ്ചായി വരുന്നുണ്ട്. ഈ ക്യാമറയും ഒരു കൈ കൊണ്ട് പിടിക്കണം, ഇത് ഇളക്കണം. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. കണ്ടോ, അത് നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സൈഡ് കുക്കായിട്ടുണ്ട്, അതുപോലെ വീർത്തും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ കറിയായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഒന്ന് ഇങ്ങനെ നന്നായിട്ട് വീർത്ത് ഒരു കളർ ചേഞ്ച് വന്നു കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഫ്രൈ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം.
ഓക്കെ, അപ്പൊ ഫ്രൈ വേണ്ടവർക്കാണെന്നാണെങ്കിൽ ഇത്രയും മതി സ്റ്റെപ്പ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഫ്രൈ വേണ്ടവർക്ക് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കണ്ടോ, ഇപ്പൊ അത് ഫ്രൈ ആയി. അപ്പൊ ഇനി നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പേർക്ക് ഫ്രൈ ആയിരിക്കും വേണ്ട, കുറച്ച് പേർക്ക് ചാറായിട്ടോ അല്ലെങ്കിൽ ഒരു കുറുക്കോ കറി ആയിട്ടോ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു കറി ആയിട്ടും കൂടി നമുക്ക് ഈ പകുതി എടുത്ത് മാറ്റാം. അപ്പൊ അതിനുവേണ്ടി ആ സെയിം പാത്രത്തിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ ഗ്രേവി ഒക്കെ കുറച്ച് പിടിച്ച് അതിൽ തന്നെ ഇരിപ്പുണ്ട്. കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇത് ഓപ്ഷണൽ ആണ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. കറുവാപ്പട്ട, ഗ്രാമ്പു, ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ടേസ്റ്റിനും ഒരു മണത്തിനും കൂടി വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തേക്കുക. അതൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മളുടെ പച്ചമുളക്, വേപ്പില, ആ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ മുറിച്ച് വെച്ചില്ലേ, ആ സാധനം ഇട്ട് കൊടുക്കാം. അതൊരു ഒരു 10-20 സെക്കൻഡ് ഇളക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള, വെള്ളുള്ളി സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ സവോള ഇടുവാണേ. ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഇളക്കുമ്പോൾ അത് പെട്ടെന്ന് വാടി വരും സവോള. അപ്പൊ അത് ഞാൻ പല കുക്കിംഗ് ചാനലിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളും അതുപോലെ തന്നെ ചെയ്യുന്നത്. നമ്മുടെ ഈ ഗ്രേവിയിലേക്കും കുറച്ചുകൂടി പൊടി ഐറ്റംസ് വേണം കേട്ടോ. കാരണം അത് ഗ്രേവി ആണല്ലോ, മറ്റേത് മാരിനേറ്റ് ചെയ്യാനല്ലായിരുന്നോ. അപ്പൊ ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ, ഒരു നുള്ളു മതി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. കാണാം. അപ്പൊ എല്ലാവരും ഓർക്കും എന്താ ഈ കളർ എന്ന്, കാരണം നമ്മൾ ആ ഗ്രേവിയിൽ എടുത്തത് കൊണ്ടാണ് ഈ കളറ്. അപ്പൊ ഇഷ്ടമില്ലാത്താണെങ്കിൽ മാറ്റിയെടുക്കാം. പക്ഷെ ഞാൻ ഇത് തന്നെ എടുക്കാൻ കാര്യം എന്താന്ന് വെച്ചാൽ ആ ഒരു ഫ്ലേവർ എല്ലാം നമുക്ക് ഒട്ടും സ്പോയിൽ ആകാതെ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ തന്നെ എടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടി ഇട്ട് കൊടുക്കാം. പൊടിയിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പൊ പൊടിയുടെ ആ പച്ചമണം എല്ലാം ഒക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി എടുത്തിടാൻ പോവാണ്. തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഒരു 2 മിനിറ്റ് കുക്ക് ആവട്ടെ. അപ്പൊ നമുക്കത് അടച്ചു വെക്കാം, ഒരു തിള വന്നത് വരെ. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ഒക്കെ നോക്കാം. എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടെന്നാണെങ്കിൽ ഇപ്പൊ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, തിള വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. ഈ സോസേജിന് പകരം ബീഫ് ഇട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ എല്ലാവരും. കണ്ടോ, നേരത്തെ നമ്മൾ ഇതിൽ പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നിയില്ലായിരുന്നോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോ? പക്ഷെ നോക്കിയാൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം വന്നപ്പോ ആ പിടിച്ചതുപോലെ ഒന്നുമില്ല, അടി പിടിച്ചിട്ട് ഒന്നുമില്ല. പകരം ആ സാധനം, ആ ഒരു എസൻസ് കൂടി നമ്മുടെ ഈ ഒരു ഗ്രേവിയിൽ ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഫ്രൈ ഇട്ട് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡി. നമ്മൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും അല്ലെ, നല്ല സ്മെല്ലും ഒക്കെ വരുന്നുണ്ട്. ഫ്രൈ ഇല്ലേ, നമ്മുടെ ഫ്രൈ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കറി എന്തായെന്ന് നമുക്ക് തുറന്ന് നോക്കാം. അരെ വാവ്, ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാലോ. ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഓക്കെ, നമ്മുടെ കറിയൊക്കെ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ ചെറിയ സെർവിങ് ഡിഷിലേക്ക് കുറച്ച് മാത്രം എടുത്ത് മാറ്റി വെക്കാം. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ചിക്കൻ റോസ്റ്റ് പോലെ, ബീഫ് റോസ്റ്റ് പോലെ, സോസേജ് റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അടുത്ത് വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ നോക്കിയ ഇതിൽ വേറെ കൂട്ടൊന്നും ഇല്ലാത്ത ഫ്രൈ, ഇതിൽ കുറച്ച് ഗ്രേവി ഒക്കെ വെച്ചിട്ട് നമ്മുടെ റോസ്റ്റ്, അങ്ങനെ ഒരേ രീതിയിൽ 2 കറി നമ്മൾ വെച്ച് കഴിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.